നമസ്കാരം, ഞാൻ ദേവരാജ് അമ്പലവേൽ. ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി അമ്പലവേൽ ഭാഗത്തുള്ള ഒരു പുതിയ വീടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ വീഡിയോയിൽ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ആ വീടിൻ്റെ പുറമേയുള്ള കാഴ്ചകളാണ്. ചുറ്റും നിറച്ച് ഫ്രൂട്ട്സ് ചെടികളൊക്കെ ഉണ്ട്. സപ്പോട്ട, നെല്ലിക്ക, മാവ്, ചാമ്പയ്ക്ക തുടങ്ങി പലതരം വെറൈറ്റി ഫ്രൂട്ട്സൊക്കെ ഉണ്ട് വീടിൻ്റെ ചുറ്റും. 13 സെൻറ്റ് സ്ഥലമാണുള്ളത്. 1700 സ്ക്വയർ ഫീറ്റാണ് ഈ വീടുള്ളത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ല ലാൻഡ്സ്കേപ്പ് വർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. മുറ്റത്തൊക്കെ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ, കാർ ഷെഡ്, വാഹനം പാർക്ക് ചെയ്യാനൊക്കെ ഉള്ള നല്ല ഭംഗിയുള്ള നല്ലൊരു കാർ ഷെഡൊക്കെ ഉണ്ട്. നല്ലൊരു ലാൻഡ്സ്കേപ്പ് വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ചുറ്റുവട്ടത്തെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നേരെ ഇനി ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് മെല്ലെ ഒന്ന് പോകാം. നല്ല പുറമേയുള്ള കാഴ്ചകൾ കണ്ട് നമ്മളിങ്ങനെ നേരെ ആ വീടിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് മെല്ലെ പോകാം. നല്ല രീതിയിലുള്ളൊരു സിറ്റ് ഔട്ടാണ്. അപ്പോൾ സിറ്റ് ഔട്ടൊക്കെ നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു വാതിലിൻ്റെയൊക്കെ ഒരു നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ്. അപ്പോൾ നമുക്ക് ആ വീടിൻ്റെ ഉള്ളിലേക്ക് മെല്ലെ പോകാം. നല്ല രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ള നല്ലൊരു ഫർണിഷിംഗ് ഒക്കെ നല്ലൊരു കൂൾ ഫീൽ ചെയ്യുന്നുണ്ട് വീട്ടിൽ. അപ്പോൾ നമ്മൾ ഈ വീടിൻ്റെ ഹാളിലാണ്, വിശാലമായൊരു ഹാളിലാണ് ഇപ്പോൾ നമ്മൾ ഉള്ളത്. ഇടതുവശത്തൊരു ബെഡ്റൂമുണ്ട്. നമ്മൾ ഇടതുവശത്തും വലതുവശത്തായിട്ട് 2 ബെഡ്റൂമുകളുണ്ട്. അപ്പോൾ നമ്മൾ ഇടതുവശത്തെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആ ഇടതുവശത്തെ ബെഡ്റൂമാണ് ഇപ്പോൾ കാണുന്നത്. നല്ല കട്ടറൊക്കെ വെച്ചിട്ട് നല്ല വെൻറ്റിലേഷൻ ഉണ്ട്. നല്ലൊരു വെൻറ്റിലേഷൻ ഉണ്ട്. പുറത്തേക്ക് നല്ല വെളിച്ചം കിട്ടും. നല്ലൊരു ഏരിയ ഉണ്ട്. ഒരു ബെഡും ഒരു അലമാര, ഒരു ദിവാൻ കോട്ട്, ഒരു സ്റ്റഡി ടേബിളൊക്കെ വെച്ചിട്ടും നല്ലൊരു ഏരിയ ആ റൂമിൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ നല്ലൊരു വലിയൊരു ബെഡ്റൂമും. ഇനി നമ്മൾ വലതുവശത്തെ ബെഡ്റൂം ഈ പറഞ്ഞ പോലെ ഡബിൾ കോട്ട് കട്ടിലൊക്കെ ഉണ്ട്. നല്ല ഏരിയ ഉണ്ട്. അപ്പോൾ രണ്ട് ബെഡ്റൂമുകൾ. താഴത്തെ നിലയിലെ 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനും പുറത്തേക്കുള്ള വെൻറ്റിലേഷൻ ഉണ്ട്. അപ്പോൾ എല്ലാ മുറിയിലേക്കും ആവശ്യമായ വെൻറ്റിലേഷൻസ് ഉണ്ട്. ഇനി നമ്മൾ ആ ഹാളിലേക്ക് കടന്നിട്ട് ഈ വീട്ടിൻ്റെ 3ാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ നമ്മൾ നേരെ ഡൈനിങ് റൂമിലേക്കാണ് കയറി ചെല്ലുന്നത്. ഡൈനിങ് റൂമിൻ്റെ ഇടതുവശത്തായിട്ട് 3ാമത്തെ ബെഡ്റൂം ഉള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ ഡൈനിങ്ങിൻ്റെ കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നല്ലൊരു വാഷ് ബേസിനൊക്കെ വെച്ചിട്ടുണ്ട്. ഡൈനിങ് റൂം നല്ലൊരു ആവശ്യത്തിനുള്ള ഒരു ഏരിയ ഉണ്ട്. ഇനി നമ്മൾ നേരെ കയറുന്നത് ഇത് 3ാമത്തെ ബെഡ്റൂം. താഴത്തെ നിലയിൽ ഈ വീട്ടിൻ്റെ 1700 സ്ക്വയർ ഫീറ്റുള്ള ഈ വീടിൻ്റെ താഴത്തെ നിലയിൽ ബാത്ത് അറ്റാച്ച്ഡ് ആണ്. നല്ല സൗകര്യമുണ്ട്. ഇതിനും വെൻറ്റിലേഷൻ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ എല്ലാ റൂമിനും നല്ല ആവശ്യമായ വെൻറ്റിലേഷൻസ് ഉണ്ട്. അതാണ് ഒരു പ്രത്യേകതയാണ് വീടിൻ്റെ. അപ്പോൾ എല്ലാ റൂമിലേക്കും നല്ല വെളിച്ചമുണ്ട്, നാച്ചുറൽ ലൈറ്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി ഈ വീടിൻ്റെ അടുക്കളയിലേക്കാണ് കയറുന്നത്. നേരെ നമ്മൾ അടുക്കള നല്ല സ്പേസ് ഉണ്ട്. നല്ല എല്ലാ വർക്കുകളും ചെയ്തിട്ടുണ്ട്. കിച്ചൺ കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. നല്ല ടൈലൊക്കെ ഒട്ടിച്ച് നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. അടുക്കള കഴിഞ്ഞ് ഇനി നമ്മൾ നേരെ വർക്ക് ഏരിയയിലേക്കാണ് പോകുന്നത്. വർക്ക് ഏരിയയിൽ പുറത്തൊരു ബാത്റൂം അവിടെ ഉണ്ട്. ഇനി നമുക്ക് നേരെ ഈ വീട്ടിൻ്റെ 2ാം നിലയിലേക്ക് പോകാം. 2ാം നില പുതുതായിട്ട് പണിയെഴുപ്പിച്ച ഒരു 2ാം നിലയാണ്. നല്ല ഭംഗിയിൽ പണിയെഴുപ്പിച്ചൊരു ഏരിയയാണ്. അപ്പോൾ 2ാം നിലയത്തെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ എല്ലാം 2ാം നിലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2ാമത്തെ നിലയിൽ നല്ല ഭംഗിയുള്ളൊരു ബാൽക്കണി, നല്ല പുറത്തേക്ക് നല്ലൊരു വ്യൂ, നല്ലൊരു ആട്ടുതൊട്ടിലൊക്കെ നമുക്ക് നല്ല ഇരുന്ന് ആടാനുള്ളൊരു തൊട്ടിലൊക്കെ ഉണ്ട്. നമുക്ക് നേരെ പുറത്തേക്ക് നല്ല ഗ്രിൽസിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിട്ടുണ്ട്. ബട്ടറുണ്ട്, പ്ലാവ്, ബബ്ലി മൂസൊക്കെ നിറച്ചുണ്ടായിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കാഴ്ചയാണ് പുറത്തേക്ക്. അപ്പോൾ നല്ലൊരു ഭംഗിയുള്ളൊരു കാഴ്ച. പുറത്ത് നല്ലൊരു മനസ്സിനൊരു കുളിർമ നൽകുന്ന ഒരു കാഴ്ചയൊക്കെയാണ്. നല്ല രീതിയിൽ ഇൻറ്റീരിയർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട്, ഇൻഡോർ പ്ലാന്റ്സൊക്കെ വെച്ചിട്ട് ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി മുകളിൽ നിലയിലത്തെ ബെഡ്റൂമാണ് ഈ വീട്ടിലത്തെ 4ാമത്തെ ബെഡ്റൂം. അറ്റാച്ച്ഡ് ആണ്. നല്ല ഭംഗിയുണ്ട്. ഒരു ടെറാക്കോട്ട ടൈലൊക്കെ വെച്ച് നല്ല ഭംഗിയിൽ പണിയെടുപ്പിച്ച് നല്ലൊരു ഏരിയ, നല്ല ലോങ് ഏരിയയിലുള്ള നല്ല റൂം. പ്രത്യേകിച്ച് നമുക്ക് ഇരിക്കാനൊക്കെ എന്താ പറയുക, ഒരു പ്രത്യേക ഒരു ഫീലുള്ളൊരു റൂമാണ്. നല്ല സുഖമുണ്ട് ഇവിടെ ഇരിക്കാൻ തന്നെ. ഒരു പ്രത്യേക സുഖമുണ്ട്. എല്ലാം ഒരു കുറേ വെറൈറ്റി ഫർണിച്ചറുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂമാണിത്. ഈ വീട്ടിലെ 4ാമത്തെ ബെഡ്റൂം. അപ്പോൾ മൊത്തം ഈ വീടിൻ്റെ കാഴ്ചകൾ നമുക്ക് ഇവിടുന്ന് ഓരോ ഫർണിച്ചറുകളും കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ, ഇതിൻ്റെ വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഇപ്പം ഈ വീട്ടിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ 1700 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂമുണ്ട്. താഴത്തെ നിലയിൽ 3 ബെഡ്റൂം, 1 അറ്റാച്ച്ഡ്. മുകളിലത്തെ നിലയിൽ ഇപ്പോൾ നമ്മൾ കണ്ടൊരു ബെഡ്റൂം, അത് അറ്റാച്ച്ഡ്. അപ്പം 13 സെൻറ്റ് സ്ഥലമാണുള്ളത്. ഇത് ടൗണിൽ നിന്ന് വളരെ അടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീടിന് ആവശ്യപ്പെടുന്നത് 70 ലക്ഷം രൂപയൊക്കെയാണ് ആവശ്യപ്പെടുന്നതെങ്കിൽ നെഗോഷ്യബിളാണ്, വില കുറയും. ടൗണിൻ്റെ അത്ര അടുത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ടൗണിൽ നിന്ന് നടന്നു വരാവുന്ന ദൂരമുള്ളൂ. അപ്പോൾ
അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്ക് എൻ്റെ ചാനൽ ദേവരാജ് അമ്പലവയൽ എന്ന എൻ്റെ ചാനൽ ഓൾറെഡി ഉണ്ട്. അതുകൂടാതെ ദേവരാജ് വയനാട് എന്ന പേരിലൊരു പുതിയ ചാനലും കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ, എൻ്റെ വ്യൂവേഴ്സ്, ദയവ് ചെയ്ത് ദേവരാജ് വയനാട് എന്ന എൻ്റെ പുതിയ ചാനലും സബ്സ്ക്രൈബൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം. ദേവരാജ് അമ്പലവയൽ എന്ന ചാനലിനെ കൂടാതെ ദേവരാജ് വയനാട് എന്നൊരു പുതിയ ചാനലും കൂടെ പുതിയ വെറൈറ്റി വീഡിയോസ് ഇടാൻ വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദേവരാജ് വയനാട് എന്ന വീഡിയോസ് ചാനലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വിശദമായ വിവരങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പറിൽ വിളിക്കുക. പുതിയൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും നന്ദി, നമസ്കാരം.